നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തുല്യ നാമത്തിൽ ചീറ്റുവാർ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിലയേറിയ ദൈവദാസീദാസന്മാർ, വിശുദ്ധന്മാർ എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ചില ആത്മീയ വിഷയങ്ങൾ സമഗ്രഹിച്ച് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം. അതിൽ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നാം പുതിയ നിയമസഭ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി, പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ വ്യത്യസ്തമുള്ളവരായി രാജകീയ പൗരോഹിത്യവർഗം ആകയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവി എന്തെല്ലാമാകുന്നു എന്നുള്ളത് ഓർപ്പിച്ചുണർത്തുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ശുശ്രൂഷയുടെ പിന്നിൽ. അതിൽ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ ആയിരുന്ന സന്ദർഭത്തിൽ അവർക്ക് ദൈവം സഭയെ വിളിച്ചു കൂട്ടുവാനും പുറപ്പെടുവിക്കുവാനും 2 കാഹളങ്ങൾ ഉണ്ടാക്കുവാൻ പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയും ആ കാഹളങ്ങൾ വെള്ളി കൊണ്ടുള്ളതായിരിക്കണമെന്നും അത് സൗമ്യമായി ഊതുമ്പോൾ സഭ കൂടണമെന്നും നീട്ടി ഊതുമ്പോൾ സഭ പുറപ്പെടുവിക്കണമെന്നും നിയമം കൊടുത്തു, സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ. എന്നാൽ വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം പൗർണമാസി, അമാവാസി, ഉത്സവങ്ങൾ, യുദ്ധത്തിന് പുറപ്പെടുവിക്കൽ, യുദ്ധം നിർത്തലുകൾ എന്നിവകൾക്ക് കാഹളം ഊതണം. അത് കോലാട്ടുകൊറ്റൻ്റെ കൊമ്പുകൊണ്ടുള്ള കാഹളങ്ങളായിരുന്നുവെന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു. അടുത്തതായി വിഷയം തുടരുന്നു. എന്നാൽ ദൈവം അവർക്ക് നൽകുവാൻ ഇരിക്കുന്ന അവർക്കുള്ള വാഗ്ദത്ത ദേശത്ത് എത്തിയ ശേഷം അവർക്ക് ശത്രുക്കളുമായി യുദ്ധം നേരിടേണ്ടി വരുമ്പോൾ പടയാളികളെ അറിയിച്ച് 20 വയസ്സ് മുതൽ മുകളോട്ട് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ള വ്യക്തികളാണ് പടയാളികൾ. യുദ്ധപ്രാപ്തരെന്ന് കാണുന്ന സൈന്യത്തെ പുറപ്പെടുവിക്കേണ്ടതിന്, യുദ്ധം നടക്കുന്ന പോർക്കളങ്ങളിലേക്ക് പുറപ്പെടുവിക്കേണ്ടതിനും ശത്രുവിനെതിരെയും ഗംഭീരധ്വനി കാഹളനാദം ഊതി ശബ്ദം പുറപ്പെടുവിച്ച് ജനത്തെ അറിയിക്കേണ്ടിയിരുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇത് ഒരു നിത്യ നിയമം. അങ്ങനെ അവരുടെ ദൈവം അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. സംഖ്യാപുസ്തകം 10-9. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം, 6-ാം അധ്യായം 34-ാമത്തെ വാക്യം, 7-28 മുതൽ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇവയത്രേ അവരുടെ ഇടയിൽ കാഹളത്തിൻ്റെ പ്രയോഗങ്ങൾ. ഇതുപോലെ അവർ വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി ഉണ്ടാക്കിയ കാഹളങ്ങൾ മാത്രമല്ല, സംഖ്യാപുസ്തകം 10-1, മറ്റു പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിന്, അതായത് സന്തോഷ ദിവസങ്ങളിലും മാസാരംഭങ്ങളിലും ഹോമയാഗങ്ങൾ, സമാധാനയാഗങ്ങൾ എന്നിവ അർപ്പിക്കുമ്പോഴും യഹോവയുടെ സന്നിധിയിൽ ജ്ഞാപകമായി അഥവാ മെമ്മോറിയൽ ആയി, ഓർമ്മയ്ക്കായി കാഹളങ്ങൾ ഊതേണമായിരുന്നു. അതിന് അവർ ഉപയോഗിച്ചത് ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള റാംസുഹോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. റാംസുഹോൺ കാഹളങ്ങൾ ആയിരുന്നു. അതിന് അവർ ഉപയോഗിച്ച ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളങ്ങൾ, അത് എടുത്തിരുന്നത് മുട്ടാടുകൾ, ആണാടുകൾ, ചെമ്മരിയാടുകളല്ല, ആട്ടുകൊറ്റൻ, കോലാട്ടുകൊറ്റൻ എന്നിവയുടെ കൊമ്പുകൾ ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22-13, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. കോലാടിനെ കുറിച്ചാണ് പറയുന്നത്. ദാനിയേൽ പ്രവചനം 8-3, 6, 7, 20.
ആട്ടുകൊറ്റൻ്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളം, യോശുവയുടെ പുസ്തകം 6:4, 5, 6, 8 വാക്യം, 13 വാക്യം. ഇതിനെ എബ്രായ ഭാഷയിൽ ഷോഫർ, SHOPHAR എന്നാകുന്നു പറയുന്നത്. ഷോഫർ ഒരു ഉത്സവം തന്നെ ഉണ്ടായിരുന്നു. കാഹളങ്ങളുടെ ഉത്സവങ്ങൾ. അതാത് വ്യക്തികൾ ഓരോരോ വീടുകളുടെയും വാതുക്കൽ നിന്ന് ശബ്ദമായി നീട്ടി ഊതും. അവർ ഒരു സംഗീതോപകരണമായും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായും ഷോഫറിനെ ഉപയോഗിച്ചു വന്നിരുന്നു. അവരുടെ പള്ളികളിലും മറ്റും ഇത് ഉപയോഗിച്ചു. ഇത് പ്രധാനമായും അവരുടെ ആദ്യ പിതാവായ അബ്രഹാം ദൈവാജ്ഞപ്രകാരം ദൈവത്തോടുള്ള സമ്പൂർണമായ അനുസരണത്തിൻ്റെ പ്രതിഫലനമായി തൻ്റെ ഏകജാതനായിരുന്ന ഇസഹാക്കിനെ 100-ാമത്തെ വയസ്സിൽ ജനിച്ചവനാണ്. 30 വർഷം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച അമ്മ മരിച്ചു. അതിനുശേഷം ചില വർഷങ്ങൾ കൂടെ കഴിഞ്ഞ് ഇസഹാക്കിനെ യാഗം അർപ്പിക്കേണ്ടിടത്ത് അവനുമായി അഥവാ മോരിയാദേശത്ത് തയ്യാറാക്കപ്പെട്ട യാഗപീഠത്തിലേക്ക് 3 ദിവസത്തെ വഴി താമസിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം 42 മൈൽ ദൂരം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി യാഗപീഠം തയ്യാറാക്കി വിറക് അടുക്കി അതിന്മേൽ യാഗവസ്തുവായി അർപ്പിക്കപ്പെട്ട ഇസഹാക്കിനെ കിടത്തി അവിടെ അവനെ അറുത്ത് യാഗം അർപ്പിക്കപ്പെടേണ്ട നിമിഷങ്ങൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിന് അടിസ്ഥാനത്തിൽ ഇസഹാക്കിനെ അവിടെ നിന്ന് വിടുവിച്ചു. ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് അവനെ വിടുവിക്കപ്പെട്ട ശേഷം അവന് പകരം യാഗപീഠത്തിൻ്റെ പിൻപുറത്ത് കൊമ്പുകൾ കാട്ടിൽ പിടിപെട്ട് കിടന്ന ആട്ടുകൊറ്റിനെയും അതിൻ്റെ കൊമ്പിൻ്റെയും ജ്ഞാപകാർത്ഥം അത്രേ ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൊണ്ടുള്ള ഷോഫർ കാഹളങ്ങൾ അവർ ഉപയോഗിച്ചു വന്നത്. ഓരോ സന്ദർഭങ്ങളിലും അവരുടെ പുരോഹിതന്മാരും അവരുടെ ഭവനക്കാരും ഷോഫർ കൊമ്പുകൊണ്ടുള്ള കാഹളങ്ങൾ ഊതുമ്പോൾ അവരുടെ മുൻപിൽ കടന്നു വരുന്നത് അവർ ഇന്ന് നിലനിൽക്കുന്ന ഈ സാമ്രാജ്യമായി തീർന്ന ഇസഹാക്കിൻ്റെ സന്തതി. അവരുടെ പിതാവായിരുന്ന ഇസഹാക്കിൻ്റെ അപ്പനായിരുന്ന അബ്രഹാം യാഗം കഴിച്ച് അവനെ ഭസ്മമാക്കേണ്ട ഇടത്ത് അവന് വേണ്ടി ഒരു കോലാട് യാഗമായി തീർന്നു. അതിൻ്റെ കൊമ്പ് അവരുടെ കരങ്ങളിലെടുത്ത് കാഹളം ഊതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷം ആചരിച്ചു. അങ്ങനെയാകുന്നെങ്കിൽ ഓരോ ദൈവ പൈതലും ജീവിക്കുന്ന ഓരോ നിമിഷവും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ഒരു കുഞ്ഞാട് ക്രൂശ് എന്ന യാഗമരത്തിന്മേൽ മരിച്ചതുകൊണ്ടാകുന്നു എന്നുള്ള ഓർമ്മ ഹൃദയത്തിൽ വരുമ്പോൾ എല്ലാം ജയഭേരി മുഴക്കി കർത്താവിന് സ്തോത്രവും സ്തുതിയും കരയേറ്റിക്കൊണ്ടേയിരിക്കണം. അക്ഷരിക ലേവ്യ പൗരോഹിത്യം അക്ഷരിക കോലാടിൻ്റെ കൊമ്പുകൊണ്ട് കാഹളമൂതി അവരുടെ പിതാവിന് കൊടുത്ത വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ നാം ആർക്കോ എവിടോ കൊടുത്ത വിടുതലിനെ ഓർത്തല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുഞ്ഞാടായി ലോകത്തിൽ അയച്ച് പിശാചിൻ്റെ മേൽ ജയഘോഷം കൊണ്ട് നമുക്ക് തന്ന വ്യക്തിപരമായ വിടുതലിനെ ഓർത്തത്രേ എന്ന് മറന്നു പോകരുത്. അവർ വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം യുദ്ധവിളംബരം ചെയ്തു വന്നതും യോവേൽ സംവത്സരം വിളംബരം ചെയ്യുന്നതും 7-ാം വർഷമുണ്ടല്ലോ. ദേശം മൊത്തവ്യാപകമായൊരു യോവേൽ സംവത്സര വിളംബരമുണ്ട്. അതോടൊപ്പം തന്നെ അവരവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ എല്ലാ 7-ാമത്തെ വർഷവും വ്യക്തിപരമായി അടിമകളെ വിട്ടയക്കുന്ന 7-ാം വർഷം യോവേൽ സംവത്സരം. ഒരു വർഷത്തിൽ വിത്ത് വിതച്ച് കൊയ്ത്ത് നടക്കുന്ന കൊയ്ത്തുത്സവം. ഒരു സംവത്സരത്തിൽ 7 ഉത്സവങ്ങൾ നടത്തുന്ന ഉത്സവങ്ങളുടെ വിളംബരം. വാരോത്സവ അറിയിപ്പ് 50-ാമത്തെ വർഷം.
പൗർണമാസി, അമാവാസി ആ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതും ഷോഫർ അഥവാ കോലാടിൻ്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതിയായിരുന്നു. രത്ന ചുരുക്കത്തിൽ ഈ കാഹളത്തിൻ്റെ നാദം കേൾക്കാത്ത ഒരു ദിവസം പോലും ഇസ്രായേൽ ദേശത്തില്ല. ആട്ടുകൊറ്റന്മാരുടെ കൊമ്പുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട കാഹളങ്ങൾ ആയിരുന്നു അവർ ഊതിയത് എന്നുള്ളതിൻ്റെ തെളിവ് 81 സങ്കീർത്തനം 2 വാക്യത്തിൽ ഉണ്ട്. അമാവാസിയിലും പൗർണമിയുടെ ഉത്സവമാകുന്ന വെളുത്ത വാവിൻ്റെ ദിവസങ്ങളിലും, അപ്പം മാസത്തിൽ 2 ദേശം മുഴുവൻ 7 ഉത്സവങ്ങൾ, യാഗം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാം അവർ വാഗ്ദത്തദേശത്തെത്തിയ ശേഷം കിണർ കുത്തുമ്പോഴും, സംഖ്യാപുസ്തകം 21 16-18 നോക്കുക, ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൊണ്ടുള്ള കാഹളം ഉപയോഗിച്ച് പാട്ടുകൾ പാടുമായിരുന്നു. സംഖ്യാപുസ്തകം 21 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവർ വാഗ്ദത്തദേശത്തെത്തിയ ശേഷം ആചരിച്ചു വന്നിരുന്ന കാഹളനാദോത്സവത്തിങ്കൽ കാഹളം ഊതിയതും ഷോഫർ എന്ന ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൊണ്ടുള്ള കാഹളങ്ങൾ ഊതിയായിരുന്നു. സംഖ്യാപുസ്തകം 29 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഓരോ കിണർ കുത്തുന്നതും വെള്ളത്തിനും ദാഹശമനത്തിനും ആയിരുന്നു എങ്കിൽ ഓരോ ദൈവ പൈതലും ഓരോ നിമിഷവും ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ലഭിക്കുന്ന ദാഹശമനം വരുത്തുമ്പോൾ എല്ലാം ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവപുത്രൽ കൂടെ ലഭിക്കുന്ന ആ ആത്മീയ ഉറവ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 4 ശമറിയ സ്ത്രീയോട് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ സ്തോത്രം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ ദിവസത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, നമ്മൾ ആയുധങ്ങൾ കൊണ്ട് കുത്തി ഉണ്ടാക്കുന്ന കിണറിൽ നിന്നല്ല കുടിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന പരിശുദ്ധാത്മാവെന്ന ആ നിത്യജീവന്റെ ഉറവയിൽ നിന്നാകുന്നു. അപ്പോൾ ഓരോ നിമിഷവും നാം ദൈവത്തെ, രാജകീയ പുരോഹിതവർഗം ദൈവത്തെ സ്തോത്രം ചെയ്ത് കാഹളങ്ങൾ ഊതി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ബാധ്യസ്ഥരാണ്. പുതിയ നിയമവും കാഹളവും എന്നുള്ള വിഷയം ചില മാത്രകൾ ഇവിടെ ഒന്ന് ചിന്തിക്കുക. ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ട്രംപറ്റ്. വിശുദ്ധ പഴയ നിയമത്തിൽ കാണുന്ന വെള്ളിക്കാഹളങ്ങളുടെ നിയമങ്ങൾ വിശുദ്ധ പുതിയ നിയമത്തിൽ നാം കാണുന്നില്ല. പുതിയ നിയമത്തിൽ എങ്ങും വെള്ളി കൊണ്ട് കാഹളം ഉണ്ടാക്കണം എന്ന് കർത്താവ് ആജ്ഞാപിച്ചിട്ടില്ല. പ്രത്യുത പഴയ നിയമത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട വെള്ളി കൊണ്ടുള്ള കാഹളങ്ങളാൽ നടത്തി എടുക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത് സഭയെ കൂട്ടിവരുത്തുക എന്നത്. ഒരു കൂടാരത്തിൻ്റെ മുൻപിൽ മാത്രമല്ല, പിന്നെയോ ലോകം എങ്ങും വ്യാപരിച്ചു കിടക്കുന്ന സകല സഭകളുടെയും കൂടിവരവുകളിൽ ആത്മീയമായി നടന്നു വരുന്ന അപ്പോസ്തലപ്രവൃത്തികൾ 1:4, 4:31, 11:26, 15:25, കൊരിന്ത്യർ 1 ലേഖനം 14-26 വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 10:25. അവിടെയെല്ലാം കൂടി വരുന്നതിൻ്റെ പിന്നിലുള്ള മർമ്മം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് നമുക്ക് വേണ്ടി മരിച്ചു. അതിൽ കൂടെ നമുക്ക് ലഭിച്ച ജയം കൊണ്ടാണ് നമ്മൾ കൂടി വരുന്നത്. അടുത്തതായി, കൂടി വരുന്നവരെ അടുത്ത പാളയം അടിക്കേണ്ടതിനായി പുറപ്പെടുവിക്കുന്ന 2ാമത്തെ കാഹളം മുഴങ്ങുന്നത് ഇന്ന് ലോകത്തിൽ എവിടെയും കൂടി വന്നുകൊണ്ടിരിക്കുന്ന സാർവത്രിക സഭയുടെ ഉൽപ്രാപണം അഥവാ റാപ്ചർ നടക്കുമ്പോഴത്രേ. ഒന്നാമത്തേത്, ഇന്ന് ദൈവസഭ കൂടി വരുന്നു. അതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ കൽപ്പന 2-3 പേർ കൂടി വരുന്നു. ഇനിയും 2ാമത്തെ കാഹളം നീട്ടിയൂതും. സകല സഭകളിലും സകല ദേശങ്ങളിലുമുള്ള വിശുദ്ധന്മാരെ കൂട്ടിച്ചേർപ്പാൻ, മധ്യാകാശത്തിൽ അവരെ കൊണ്ടുപോകുവാൻ. വായിക്കാം സങ്കീർത്തനം 50:5. യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ഇവിടെ കൂട്ടുവീൻ. തെസ്സലോനിക്കരുടെ 1 ലേഖനം 4 16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അത് രണ്ടാമത്തെ കാഹളം. ഇസ്രായേൽ ജനങ്ങൾ ദേശത്ത് ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൊണ്ട് ഉത്സവങ്ങൾ, വാരോത്സവങ്ങൾ, യാഗങ്ങൾ എല്ലാം നടക്കുമ്പോൾ, അമാവാസിയും പൗർണമാസിയും, ദുഃഖം വരുമ്പോഴും അവർ കാഹളമൂതും, ജയം ലഭിക്കുമ്പോഴും കാഹളമൂതും. അസുഖ സന്ദർഭത്തിൽ അമാവാസി കാഹളമൂതും, പൗർണമാസി സൗഖ്യം ലഭിക്കുമ്പോഴും കാഹളം ഊതും. പോരാട്ടങ്ങൾ വരുമ്പോഴും കാഹളമൂതും, ജയം തരുമ്പോഴും കാഹളമൂതും. ഇന്ന് എല്ലാ ഇടങ്ങളിലും ഭൂമിയെല്ലാം കാഹളങ്ങൾ ഊതി ജയം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ താമസമിന അന്ത്യകാഹളം മുഴങ്ങി ദേശമുള്ള എല്ലാ വ്യക്തികളെയും ഒന്നിച്ചുയർപ്പിക്കുവാൻ ഒരു ദീർഘകാഹളം മുഴങ്ങുവാൻ പോകുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 4-1 വാക്യം. 7 സഭകളുടെ കാലങ്ങൾ കഴിയുമ്പോൾ ഇവയ്ക്ക് ശേഷം എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം സഭായുഗം അവസാനിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, ഇവിടെ കയറി വരുവീൻ. അത് രണ്ടാമത്തെ കാഹളം. ഇത് തിരുവചനം പഠിപ്പിക്കുന്ന അർത്ഥപൂർണവും സമ്പുഷ്ടവുമായ വേദ ഉപദേശ പഠനമാണ്. അതുകൊണ്ടാണ് നാം ഈ വിഷയം ഇവിടെ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പഠനം നഷ്ടമല്ല. ഇതാരുടെയും പേർ വലുതാക്കുവാനോ ആരുടെയും ജ്ഞാനം വെളിപ്പെടുത്തുവാനോ അല്ല. ഇത് ദൈവവചനം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ലാത്തവർ അറിയേണ്ടതിന് വേണ്ടി ചെയ്യുന്ന ഒരു എളിയ ശുശ്രൂഷ മാത്രമാണ്. അതുകൊണ്ട് ധ്യാനനിരതരായി ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല, വിഷയം തുടരും. കർത്താവെ, ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ ലഭിച്ച ആ വലിയ സുവിശേഷത്തിൻ്റെ മർമ്മമാകുന്ന ഒന്നാം കാഹളം മുഴക്കി ആവോളം ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന രാജകീയ പുരോഹിതവർഗത്തെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം അയക്കുവാൻ പോകുന്ന ആ വലിയ കാഹളത്തിനു വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ കൃപ തരയണം എന്ന് താഴ്മയായി പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.